Welcome to my college programs. നെക്സ്റ്റ് ചാപ്റ്റർ ഡിമാൻഡാണ്. ഡിമാൻഡിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ്. ഇതിൽ നമ്മൾ മെഷറിങ് ഒക്കെ ഇതിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ ഫസ്റ്റ് വൺ ആണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? നമ്മൾ പ്രീവിയസ് ലെസൺസിലൊക്കെ നമ്മൾ എന്തിനെക്കുറിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രീവിയസ് ലെസൺസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ടുള്ളത് നമുക്കതിൽ നിന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനിയിപ്പം നെക്സ്റ്റ് പറയുന്നത് ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സിനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. നമ്മൾ വാണ്ട്സിനെ നമ്മൾ നമ്മുടെ വാണ്ട്സിനെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പം ഇതിൽ നമ്മൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസിൽ നമ്മൾ എവിടുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് മാർക്കറ്റ് ബൈ ആണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ വേരിയസ് ആയിട്ടുള്ള നിരവധി ഇതായിട്ടുള്ള ടൈപ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഗുഡ്സിൽ നമുക്ക് മെയിനായിട്ട് അതിൻ്റെ എല്ലാ ഗുഡ്സിൻ്റെയും ലിമിറ്റഡ് എന്ന് പറയുന്നത് മണിയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോന്നും നമ്മൾ ചോയ്സ് ചെയ്യുമ്പോൾ, നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ ചോയ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ അത് നമ്മുടെ ഡിമാൻഡാണ് അല്ലേ. നമുക്കൊരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ആവശ്യമുള്ള സാധനം നമ്മൾ വാങ്ങണമെങ്കിൽ നമുക്കതിനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മണി വേണം അല്ലേ. അപ്പോൾ വി ഹാവ് ടു അത് നമ്മൾ എന്ത് ചെയ്യണം? പേ ചെയ്താലാണ് നമ്മുടെ ആവശ്യം, ആ വാണ്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങൾ നിലനിന്ന് പോകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള ആവശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സാധനം നമ്മൾ വാങ്ങിക്കും. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡിമാൻഡിനെ നമ്മൾ കോമൺ ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എക്കണോമിക്കലി ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിപ്പം ഓരോ വ്യക്തിയും നമുക്ക് ഓരോ വ്യക്തിക്കും നമുക്ക് എന്തുണ്ട്? ഡിസയേഴ്സ് ഉണ്ട് ഇല്ലേ. നമ്മളെ ഡിസയേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനും ഓരോ ഡിസയർ ഉണ്ട്. അപ്പോൾ ആ ഡിസയറൊക്കെ നമ്മൾ എന്തുമായിട്ട് ആവശ്യകതയുമായിട്ടും അല്ലെങ്കിൽ ഡിമാൻഡുമായിട്ടും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒരു കമ്മോഡിറ്റിനെയാണ് കാണിക്കുന്നത്. ആ കമ്മോഡിറ്റി പ്രൈസിനെയാണ് കാണിക്കുന്നത്. ഈ കമ്മോഡിറ്റി പ്രൈസ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളത് വിചാരിച്ചാൽ നമുക്കത് വാങ്ങണമെങ്കിൽ നമ്മുടെ ആഗ്രഹം വേണം, പൈസ വേണം, പിന്നെ നമുക്കതിൻ്റെ വേണ്ടേ. അപ്പോൾ നമുക്കത് ഡിമാൻഡ് ഉണ്ട്, നമുക്കത് ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് ഇപ്പം എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, എനിക്കൊരു കാറ് വാങ്ങണം, പക്ഷെ എനിക്കതിൽ ആഗ്രഹമില്ല എങ്കിൽ നമുക്ക് അവിടെ ഡിമാൻഡ് നടക്കില്ല. പൈസയും ഉണ്ട്, ആഗ്രഹവും ഉണ്ട്, എല്ലാം ഒത്തുചേരുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് വർക്കൗട്ട് ആവുക? ഡിമാൻഡ് നമുക്ക് അവിടെ വർക്കൗട്ട് ആവുക അല്ലേ. അപ്പോൾ ഇതിൽ ഡിമാൻഡിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? നമ്മുടെ ആഗ്രഹത്തിനെ സബലീകരിക്കുന്നത്, ആഗ്രഹവും ഡിസയറും മണിയും ഒക്കെ വരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് അവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് വി ഡിസയർ ഫോർ പർച്ചേസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബാക്ക് ബൈ എബിലിറ്റി വില്ലിങ്സ് ടു ബൈ ദെൻ ബിക്കം ഡിമാൻഡ്. അതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ വാങ്ങി അല്ലെങ്കിൽ നമ്മളത് ഡിമാൻഡ് ചെയ്യും ഉണ്ടാകുമ്പോഴേ അത് വാങ്ങി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആഗ്രഹം അവിടെ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത്. അതാണ് അപ്പം ഇതിൽ വേണ്ടത് എന്താണ്? ഡിസയർ ഉണ്ടായിരിക്കണം, എബിലിറ്റി വേണം, വില്ലിങ്സ് ടു പേ വേണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവും? ഡിമാൻഡ് ഉണ്ടാവും. അല്ലാണ്ട് ഡിസയർ ഇല്ല, എബിലിറ്റി ടു നമുക്കത് വാങ്ങണം എന്ന് പേ ടു മണിയും ഉണ്ട്, എബിലിറ്റി ടു പേയും ഉണ്ട്, പക്ഷെ നമുക്ക് ഡിസയർ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഡിമാൻഡ് വർക്കൗട്ട് ആവും. അതേസമയം ആഗ്രഹമുണ്ട്, എബിലിറ്റി ടു ബൈ ഇല്ല, ഉണ്ട്, പിന്നെ പക്ഷെ വില്ലിങ്നെസ് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല? അവിടെ ഡിമാൻഡ് വർക്കൗട്ട് ആവില്ല. അപ്പം ഡിമാൻഡ് എന്ന് പറയുന്നത് കമ്മോഡിറ്റി റെഫേഴ്സ് കമ്മോഡിറ്റി ദാറ്റ് കൺസ്യൂമേഴ്സ് എന്തായിരിക്കണം? വില്ലിങ് ആയിട്ട് ടു ബൈ പ്രൈസ് ഡ്യൂറിങ് ദ പീരിയഡ്. അപ്പോൾ ഇത് ഡെഫിനേഷൻ ഓഫ് ഹൈലൈറ്റ് എസെൻഷ്യൽ ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആണ്. 2 എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഉണ്ടാവും. പീരിയഡ് ഓഫ് ദ ടൈം, ആ പീരിയഡ് ഓഫ് ദ ടൈം എന്ന് പറയുന്നത് അതൊരു വീക്ക് ആവാം, ഒരു മന്ത് ആവാം, ഒരു ഇയർ ആവാം. നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഇല്ലല്ലേ. ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കാലത്തിനനുസരിച്ചായിരിക്കില്ല, പിന്നെ നമ്മുടെ കയ്യിൽ പൈസ കിട്ടുമ്പോഴായിരിക്കും നമ്മളത് വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പീരിയഡ് ഓഫ് ടൈം എന്തിനുണ്ടാവും?
ഈ ഡിമാൻഡിനുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാൻ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണ്. ആ സാധനം വാങ്ങുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞ ആഴ്ച, അല്ലേ വീക്ക്, കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഒരു കാറ് വാങ്ങി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഏതിനെയാണ് കാണിക്കുന്നത്? അത് പീരിയഡിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏതിലുള്ള ഡിമാൻഡിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത് കണ്ടെക്സ്റ്റ് ഓഫ് ഡിമാൻഡാണ്. അത് ഡിമാൻഡ് എന്ന് പറയുന്നത് കണ്ടെക്സ്റ്റ് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അത് ആ ഒരു ഡിമാൻഡിനെ ഇത് സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ഇത്. പിന്നെ അതൊരു പീരിയോഡിക് ഇതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഡിമാൻഡിന് എന്തൊക്കെ വേണം? ഡിസയർ വേണം, എബിലിറ്റി ടു പേ വേണം, വില്ലിങ്നെസ് ഓഫ് പേ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിമാൻഡ് ഉണ്ടാവുക. അതിന് ഡിമാൻഡ് രണ്ട് തരത്തിലാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡാണ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എ കമ്മോഡിറ്റി റെഫേഴ്സ് ടു ക്വാണ്ടിറ്റി ദ കമ്മോഡിറ്റി ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ബൈ ബില്ലിംഗ് ടു ഗിവൺ പ്രൈസ് ഡ്യൂറിങ് ഗിവൺ പീരിയഡ് ഓഫ് എ ടൈം. അതായത് ഒരു വ്യക്തിഗതമായിട്ട് കമ്മോഡിറ്റി പ്രൈസ് ചെയ്യാൻ വില്ലിങ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വൽ ഡിമാൻഡ്സിൽ നമ്മളൊരു വ്യക്തിയെ ആണ് ചെയ്യുന്നത്. അതൊരു വ്യക്തിയുടെ പിന്നെ ഡിസയേഴ്സിനെയാണ്, അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി വൈസ്ഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ടു കമ്മോഡിറ്റി ഇൻഡിവിജ്വൽസ് ബയേഴ്സിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നുള്ളത് കൊണ്ട് ഇതാക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റാണ്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ഡിമാൻഡ് ഗുഡ് മീൻസ് ക്വാണ്ടിറ്റി കമ്മോഡിറ്റി ഓൾ ദ ബയേഴ്സ്. അതായത് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എല്ലാ ബയേഴ്സ്, അതിൽ ഫാമിലിയായി, വ്യക്തികളായി, ട്രേഡായി, അങ്ങനെയുള്ള ഒരു ഗിവൺ ആയിട്ടുള്ള ഫുൾ മാർക്കറ്റ് വൈസ് ആയിട്ടുള്ള ബയേഴ്സിനെയാണ് ഏതിൽ പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡിൽ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏതിലുള്ളത്? ഡിമാൻഡ് എന്നത്. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിച്ച്, അല്ലേ, നമ്മുടെ ഡിസയർ, വില്ലിങ്, പേ ഒക്കെ ഉണ്ടാവുന്നതാണ് ഡിമാൻഡ് എന്ന്. രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മറ്റൊന്ന് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയാണ്. സെക്കൻഡ് വൺ പ്രൈസ് റിലേറ്റഡ് ഗുഡ്സ് ആയിരിക്കണം. തേർഡ് വൺ ഇൻകം ദ കമ്മ്യൂണിറ്റി ആയിരിക്കണം. ലാസ്റ്റ് വൺ ആണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ ബയേഴ്സ്. ഫസ്റ്റ് വൺ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ആണ്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറയുന്നത് വെൻ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഫാൾസ് യു ടെൻ മോർ ദാൻ price rises in a factors reason other remaining the same ആണ്. അതായത് other things in the remaining same universal relationship between price of a commodity quantity ഡിമാൻഡഡ് ബൈ ബയേഴ്സ്. ഇതിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റീൻ്റെ പ്രൈസിനെ റിലേഷൻഷിപ്പ് ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ഡിമാൻഡ് വിച്ച് സ്റ്റഡി ദ ലേറ്റർ പീരിയഡ് ഓഫ് ദ ലെസ്. അതായത് ഇതിൽ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയിൽ നമ്മൾ എന്തിനാണ് ഇതാക്കുന്നത്? പ്രൈസ് സെയിം ഇൻവേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആണ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇതിൽ കൺസ്യൂമർ ഡിമാൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു പെർട്ടിക്കുലർ ഗുഡ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബൈയിങ് ഗുഡ്സ് ആൻഡ് ഷീസ് ഓൾസോ റിലേറ്റഡ് ഗുഡ്സ്. അപ്പോൾ ഇതിൽ തന്നെ റിലേറ്റഡ് ഗുഡ്സ് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത് പ്രൈസും ഡിമാൻഡിനെയും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡിമാൻഡ് റിയാക്ഷൻസിനെയാണ് എന്തെന്ന് കാണിക്കുന്നത്? അല്ല, പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇതായിട്ടുള്ള പ്രൈസിനെയാണ് കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് കോംപ്ലിമെൻറ്റിന് എഫക്റ്റിന് ക്വാണ്ടിറ്റി പർച്ചേസിൽ ക്വാണ്ടിറ്റിനെ കാണിക്കുന്നതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത് ഗുഡ്സ് ക്യാൻ റിയലി പ്ലേസ് അനദർ സാറ്റിസ്ഫൈ. അതായത് ഒന്നിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചായയും കോഫിയും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ചായയും കോഫിയും കുടിക്കുമ്പോൾ ചായക്ക് വില കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? കോഫി കുടിക്കും. അപ്പം നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ചായ കുടിക്കണം എന്നുള്ളതിന് വില കൂടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ചായ കുടിക്കുന്നില്ല, അല്ലെങ്കിൽ കോഫിയാണ് കുടിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? അപ്പോൾ അതിനെയാണ് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഓഫ്
കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് ദോസ് ആർ ടുഗെദർ സാറ്റിസ്ഫൈ പെർട്ടിക്കുലർ വാണ്ട്, ഒരു പ്രത്യേക ഇതിനെ അനുസരിച്ചിട്ടാണ് എന്തെന്ന് പറയുന്നത് പിന്നെ പ്രൈസ് ഓഫ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ലൈക്ക് കാറിൽ പെട്രോൾ, കാർ ആൻഡ് പെട്രോൾ, വൺസ് പെട്രോൾ ആണ്